നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഭാരതം ഒന്നിനും ഒരു രാജ്യത്തോടും അയഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ശക്തനായ നേതാവായതുകൊണ്ട് തന്നെ വളരെ ധീരമായ നിലപാടാണ് അദ്ദേഹം പലപ്പോഴും സ്വീകരിക്കുന്നത്. ഭാരതത്തിന്റെ വികസനത്തിനൊപ്പം ശക്തിയും വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധ എപ്പോഴും ചെലുത്താറുണ്ട്. ഇന്ത്യ മാലദ്വീപ് ബന്ധം ഉലയുകയും ഒടുവിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സും മോദിക്ക് അടിയറ പറഞ്ഞതും മോദിയുടെ കരുത്ത് വിളിച്ചോതുന്ന അനേകം സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ്. മാത്രമല്ല, ഇന്ത്യയോട് ഇടഞ്ഞു നിന്ന ചൈന മറ്റ് നിവൃത്തിയില്ലാതെ ഇന്ത്യയോട് അടുക്കുകയും അതിർത്തി തർക്കത്തിന്റെ കാര്യത്തിൽ സമവായം ഉണ്ടാക്കിയതും ഭാരതത്തിന്റെ ശക്തി തന്നെയാണ് വിളിച്ചോതുന്നത്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആത്മനിർഭർ ഭാരതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സുമായി പ്രതിരോധ മന്ത്രാലയം കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 12 സുഖോയ് യുദ്ധവിമാനം കൂടി ഉടൻ ലഭ്യമാകും. ഇത് വാങ്ങാനായി 13,500 കോടി രൂപയുടെ കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടുമെന്ന് സാരം. 62.6% തദ്ദേശീയ ഘടകങ്ങളാകും വ്യോമസേനയ്ക്കായി നിർമ്മിക്കുന്ന റഷ്യൻ നിർമ്മിത Su-30 MKI യുദ്ധവിമാനത്തിൽ ഉണ്ടാവുന്നത്. ഇന്ത്യയുടെ സ്വാശ്രയ കുതിപ്പിലേക്ക് ഒരു പൊൻതൂവൽ കൂടിയാണ് ഈ പുതിയ കരാർ. HALന്റെ നാസിക് ഡിവിഷനിലാകും സുഖോയ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുക എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 259 സുഖോയ് 30 വിമാനങ്ങളാണ് വ്യോമസേനയ്ക്ക് ഉള്ളത്. സേനയുടെ നട്ടലായി മാറിയ സുഖോയ്ക്കായി ഇന്ത്യ ഇതുവരെ $12 ബില്യൺ റഷ്യക്ക് നൽകിയിട്ടുള്ളത്. 2 സീറ്റുകളുള്ള യുദ്ധവിമാനങ്ങളാണ് Su-30 MKI. ഒരേ സമയം നിരീക്ഷണത്തിനും പ്രതിരോധത്തിനും സുഖോയ് ഇന്ത്യൻ സേനയെ സഹായിക്കുന്നുണ്ട്. നിലവിൽ വ്യോമസേനയുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് സുഖോയ് Su-30 MKI വിമാനങ്ങൾ. വ്യോമസേനയുടെ പക്കലുള്ള സുഖോയ് യുദ്ധവിമാനങ്ങളുടെ നവീകരണവും നടക്കുന്നുണ്ട്. 272 സുഖോയ് Su-30 MKI വിമാനങ്ങളാണ് വ്യോമസേനയ്ക്ക് ഉള്ളത്. ഇതിൽ 50 എണ്ണം റഷ്യയിലും 222 എണ്ണം HALന്റെ നാസിക്കിലെ പ്ലാന്റിലുമാണ് നിർമ്മിച്ചിരുന്നത്. ഇതിൽ 40 വിമാനങ്ങൾക്ക് മാത്രമേ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസിനെ വഹിക്കാൻ ശേഷിയുള്ളൂ. BJP സർക്കാർ ഇവിടെ ഭാരതത്തിന്റെ ക്ഷേമത്തിനായി ഓരോന്ന് ചെയ്യുമ്പോഴും അവിടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടി രാജ്യവിരുദ്ധരുമായി രാജ്യത്തിനെ തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഓരോ പദ്ധതികളാണ് ഇടുന്നത്. എന്തിന് അദ്ദേഹത്തെ വിമർശിച്ചാൽ പോലും കള്ള കേസ് കൊടുത്ത് കൊടുക്കാനാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ശ്രമം. അതിനും ഇപ്പോൾ രാഹുലിന് തിരിച്ചടി ലഭിക്കുകയാണ്. അപകീർത്തികരമായ പരാമർശം നടത്തി എന്നാരോപിച്ച് കർണാടകത്തിലെ മുതിർന്ന BJP MLA ബസനഗൌഡ പാട്ടീൽ യത്നാലിനെതിരെ രജിസ്റ്റർ ചെയ്ത FIR കർണാടക ഹൈക്കോടതി ഇന്നലെ റദ്ദാക്കുകയായിരുന്നു. അമേരിക്കയിൽ പോയി ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തിയതിനാണ് യത്നാൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. അതിനും കേസ് കൊടുത്ത് ബുദ്ധിമുട്ടിച്ച് തന്റെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരാതിരിക്കാനാണ് രാഹുലും കോൺഗ്രസും ശ്രമിക്കുന്നത് തന്നെ. രാഹുൽ അവിടെ പോയി പറഞ്ഞ വിവരമില്ലായ്മയോട് പ്രതികരിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ MLA ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തു തന്നെയാണെങ്കിലും ഭാരതത്തിന്റെ നേട്ടത്തിനായി കഠിന പ്രയത്നം ചെയ്യുന്ന BJP സർക്കാരിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സോഷ്യൽ മീഡിയ മുഴുവനായി.